ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ അവൻ എത്തി. അല്ല, കുശുമ്പ് പറയാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് കാര്യം? നിങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? അങ്ങനെ ചോദിച്ചാ നിങ്ങൾ ഇതിനെ ക്രെഡിറ്റ് ഒക്കെ എടുത്ത് ഭയങ്കര പോസിറ്റീവായി ഇപ്പോൾ കേരളത്തിന്റെ വികസിത ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ എന്താണ് റോൾ? നിങ്ങൾ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഈ പദ്ധതിയിൽ? ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുക. അത്രയ്ക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കല്ലേ തലേ ദിവസം വന്നിട്ട്? ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസി എന്നിരിക്കും. എന്റെ പൊന്ന് ഷാനിയെ, അല്ല അയ്യോ, ഷാനിയുടെ സമ്മതോ ഷാനിയുടെ തിട്ടൂരൊന്നും വേണ്ട. എനിക്ക് പോസിറ്റിവിറ്റി നിറയ്ക്കാനും അതിന്റെ കാരണം നിങ്ങൾ ശക്തമായിട്ട് വ്യക്തമാക്കി. ബിജെപിക്ക് ഷാനിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം, ബിജെപിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി വരില്ല. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തം എന്താണ് എന്ന ചോദ്യവും കേന്ദ്ര സർക്കാർ ആകെ നൽകിയ 817 കോടി രൂപ ഏത് രീതിയിലാണ് തിരിച്ചാവശ്യപ്പെടുന്നത് എന്നതും അടക്കം കേരളത്തിന് മുന്നിലുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നായി സന്തോഷിച്ച് പൊയ്ക്കൂടെ, നാളെ വിഴിഞ്ഞമല്ലേ സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇല്ലാതാവില്ല. കേന്ദ്രം കേരളത്തോട് ഈ പദ്ധതിയുടെ കാര്യത്തിൽ ചെയ്ത അനീതി താങ്കൾ എത്ര പോസിറ്റിവിറ്റി വാരി വിതറിയാലും അത് അതേപടി ഉണ്ടാവില്ല. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. തൽക്കാലം എന്നെ ഇവിടെ നാട്ടിക്കല്ലേ സാർ. പരസ്പര വിരോധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ല, ശ്രീ ഉല്ലാസ് ബാബുവിനെ പോലെ അതെന്നെ വർത്താനം പറഞ്ഞു.